വർത്തമാനകാല ഇന്ത്യ സാക്ഷ്യം വഹിക്കുന്ന ഒരു പുതിയ സംഭവവികാസമാണ് കോക്രോച്ച് ജനതാ പാർട്ടി. യുവതയുടെ മനസ്സിൽ നിറഞ്ഞു നിന്നിരുന്ന പ്രതിഷേധവും ആശങ്കയും ആകാംക്ഷകളും എല്ലാം അണപൊട്ടി ഒഴുകുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. ഇത് തുടങ്ങുന്ന ഒരു ചെറിയ കമൻറ്റിൽ നിന്നാണ്. പക്ഷെ കമൻറ്റ് ചെയ്തത് ചെറിയ ആളല്ല, സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസാണ്, സൂര്യകാന്താണ്. അവിടുത്തെ സീനിയർ അഡ്വക്കേറ്റ്സിനെ തീരുമാനിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു കേസ് വന്നപ്പോൾ ചില അഭിഭാഷകരെ പറ്റി, പ്രത്യേകിച്ചും ചെറുപ്പക്കാരെ പറ്റി നടത്തിയ കമൻറ്റുകൾ, ആ കമൻറ്റിനകത്താണ് ചെറുപ്പക്കാർ പലപ്പോഴും പാറ്റകളെ പോലെയാണെന്ന് പറഞ്ഞു. അതുകൊണ്ടും അദ്ദേഹം അവസാനിപ്പിച്ചില്ല. സ്വന്തം കഴിവ് പ്രകടിപ്പിക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ കഴിവില്ലാത്ത ചെറുപ്പക്കാർ ഈ സമൂഹത്തിലെ ഇത്തിൽക്കണ്ണികളാണെന്ന് വരെ അദ്ദേഹം പറയുന്നൊരു സാഹചര്യമുണ്ടായി. ബഹുമാനായ ചീഫ് ജസ്റ്റിസിനെ പറ്റി അദ്ദേഹം ഏത് ആശയ സംഹിതകളെ താങ്ങി നിർത്താൻ ശ്രമിക്കുന്ന ആളാണെന്നും ഒക്കെ അദ്ദേഹത്തിൻ്റെ മുൻകാല വിധികൾ പഠിക്കുന്നവർക്ക്, ചെയ്തികൾ പഠിക്കുന്നവർക്ക് കൃത്യമായി അറിയാം. പക്ഷെ അതൊരു ചെറിയ തീക്കലനായിരുന്നു, അല്ലെങ്കിൽ ഒരു തീപ്പൊരിയായിരുന്നു. ആ തീപ്പൊരി ഒരു അഗ്നിയായി, പ്രതിഷേധാഗ്നിയായി, കാട്ടുതീയായി ഇന്ന് വളർന്നിരിക്കുന്നു. അതാണ് ഈ ആഴ്ചയിൽ നമ്മൾ ഡൽഹിയിൽ കണ്ടത്. അവിടെ അഭിജിത്ത് ദീപ്കെ ഈ പാറ്റാപ്രയോഗം വന്നപ്പോൾ അദ്ദേഹം അതിനെതിരെ സോഷ്യൽ മീഡിയയിൽ കമൻ്റ് ഇടുന്നു. അദ്ദേഹം ഒരു പ്രസ്ഥാനം തന്നെ പ്രഖ്യാപിക്കുന്നു, കോക്രോച്ച് ജനതാ പാർട്ടി. അഭിജിത്ത് ബോസ്റ്റണിലെ വിദ്യാർത്ഥിയാണ്, പൊളിറ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജിയിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി. അദ്ദേഹം വരുമ്പോൾ അദ്ദേഹത്തിന് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളുടെ പിന്തുണയുണ്ടാവും. ആ സാഹചര്യത്തിലാണ് പെട്ടെന്ന് ഇന്ത്യയുടെ മണ്ണ് കൂടുതൽ വളക്കൂറുള്ളതായി മാറും. തൊട്ടുപുറകെ നീറ്റ് എക്സാമിനേഷൻ ക്യാൻസൽ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതിനു പുറകെ CBSE പരീക്ഷയിലെ ക്രമക്കേടുകളും അതിൽ വരുന്ന വ്യാപകമായ പ്രതിഷേധവും ഉണ്ടാകുന്നു. കുട്ടികളുടെ പേപ്പറല്ല, വേറെ പേപ്പറാണ് ഓരോരുത്തരുടെയും പേരിൽ നിന്ന് പോലും വരുന്ന സാഹചര്യം വരുന്നു. അതെത്ര വലിയ അഴിമതിയായിരുന്നു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നുള്ള ആവശ്യമായിരുന്നു. CBSE പരീക്ഷയുടെ വാല്യുവേഷനുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങൾ ഒരു കമ്പനിയെ ഏൽപ്പിക്കുന്നു. ആ കമ്പനി കോംറ്റ് എഡ്യൂടെക്കാണ്. നമ്മുടെ കണ്ണൂർ യൂണിവേഴ്സിറ്റി പുറന്തള്ളിയവരാണ്, എടുക്കാതിരുന്നവരാണ്. അതിനും അപ്പുറം നമ്മുടെ ദേശീയ സൈബർ സുരക്ഷാ ഒരു നോഡൽ ഏജൻസിയുണ്ട്, സെർട്ട് എന്നാണ് പറയുന്നത്. അവരും കൃത്യമായി പറഞ്ഞു, ഇങ്ങനെയുള്ളൊരു കൂട്ടരെ ഏൽപ്പിക്കരുത്. അതിൻ്റെ സുരക്ഷിതത്വം, അതിൻ്റെ സ്വകാര്യത അത് കാത്തു സൂക്ഷിക്കാൻ കഴിയുന്ന കമ്പനിയല്ല, അതിന് ബാക്ക് ഡോർ ആക്സസ് ഉണ്ട് എന്നൊക്കെ കൃത്യമായി പറഞ്ഞിട്ടും അവരെ തന്നെ ഏൽപ്പിക്കുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ ഈ പരീക്ഷാ നടത്തിപ്പിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ ഉത്തരവാദിത്വം കുറച്ച് കാണാൻ കഴിയുന്നത് എങ്ങനെയാണ്? അദ്ദേഹം രാജിവെക്കണമെന്ന് മാത്രമല്ല പറയേണ്ടത്, അദ്ദേഹത്തെ സംരക്ഷിക്കുന്ന ഭരണ സംവിധാനമാകെ സംശയത്തിന് നിഴലിലാവുന്ന സാഹചര്യം. അവിടെയാണ് നമ്മളിപ്പോൾ കാണുന്ന ഈ പ്രതിഷേധങ്ങൾ ഉയരുന്നത്. പാറ്റകൾ പറന്നിറങ്ങിക്കഴിഞ്ഞു. അതെവിടേക്ക് വരെ പറന്നുയരുമെന്ന് നമുക്കറിയില്ല. പക്ഷെ ആ പ്രതിഷേധത്തിൽ ന്യൂഡൽഹിയിലെ തെരുവീതികൾ നിറഞ്ഞു നിൽക്കുന്നു നമ്മൾ കണ്ടു. ചങ്ങലകളില്ലാത്ത ചിന്തകളുമായി പാറ്റകൾ പറന്നിറങ്ങിയാൽ ചിലപ്പോൾ ഗവൺമെൻറ്റുകൾ അവയ്ക്ക് മുന്നിൽ ഈയാമ്പാറ്റകളെപ്പോലെ ചിറക് കൊഴിഞ്ഞു വീഴുന്ന സാഹചര്യവും ഉണ്ടായി എന്ന് വരാം. അതെന്തുമാവട്ടെ, ഞാൻ അതിനേക്കാളൊക്കെ എനിക്കൊത്തിരി സന്തോഷം തോന്നിയൊരു കാര്യമുണ്ട്. ഈ ബുദ്ധിമുട്ടുകൾക്കിടയിലും 3 വിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞാൽ 19 വയസ്സുള്ള CBSE പരീക്ഷ എഴുതിയ 3 വിദ്യാർത്ഥികൾ, സാർത്ഥക്, നിസർഗ, വേദാന്ത്. ഒരാൾ ബംഗാളിൽ നിന്ന്, ജാർഖണ്ഡിൽ നിന്ന്, ഡൽഹിയിൽ നിന്ന്, 3 വിദ്യാർത്ഥികൾ. അവരുടെ പരീക്ഷയിൽ അവർക്ക് വേണ്ടുന്ന മാർക്ക് കിട്ടിയില്ല എന്ന് കണ്ടപ്പോൾ അവർ നിരാശരായി ഓടി ഒളിച്ചില്ല. അവർ ഈ സിസ്റ്റം പരിശോധിക്കുന്നു. അവരുടെ കഴിവുപയോഗിച്ച് അവർ വളരെ കൃത്യമായി മനസ്സിലാക്കുന്നു ഈ CBSE നടത്തിയ വാല്യുവേഷനിലും അതുമായി ബന്ധപ്പെട്ട പ്ലാറ്റ്ഫോമുകളിലുള്ള തകരാറുകൾ അതെത്ര ദുർബലമാണെന്ന് കണ്ടുപിടിക്കാൻ ആ കുട്ടികൾക്ക് അവരുടെ ഗവേഷണം കൊണ്ട് കഴിഞ്ഞു, അവരുടെ പരിമിതമായ അറിവ് കൊണ്ട് കഴിഞ്ഞു. ഞാൻ വിശ്വസിക്കുന്നു നമ്മുടെ സമൂഹത്തിന് ഏറെ പ്രതീക്ഷകൾ വെച്ച് പുലർത്താൻ കഴിയും ഇതുപോലെയുള്ള ചെറുപ്പക്കാരിൽ. തങ്ങൾക്ക് നേരെ അനീതി ഉണ്ടായാൽ ആത്മഹത്യ ചെയ്തവരുണ്ട്. പരീക്ഷ ഒഴിവാക്കിയപ്പോൾ, നീറ്റ് പരീക്ഷ ക്യാൻസൽ ചെയ്തപ്പോൾ,
CBSE പരീക്ഷയിൽ മാർക്ക് പോയപ്പോഴൊക്കെ ആത്മഹത്യ ചെയ്തവരുണ്ട്. പക്ഷേ അത്തരം പ്രതിസന്ധികൾ വരുമ്പോൾ മനസ്സു മടുക്കാതെ നിർഭയം, ഈ സംവിധാനം എത്ര വലുതാണെങ്കിലും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ CBSE പരീക്ഷയാണ്. പക്ഷേ ഒരു പാവം വിദ്യാർത്ഥി 19 വയസ്സുള്ള കുട്ടികൾ 3 പേർ ഒരുമിച്ചല്ല, അവർ 3 പേരും ഇതിന് ന്യൂനതകൾ കണ്ടുപിടിക്കുന്നു, പുറത്തു കൊണ്ടുവരുന്നു, CBSE അറിയിക്കുന്നു, സമൂഹത്തെ അറിയിക്കുന്നു. അത് നാളെയെപ്പറ്റി, വരും തലമുറയെപ്പറ്റി നമുക്ക് പ്രതീക്ഷ നൽകുന്നതാണ്. ഇനി നമ്മുടെ കേരളത്തിൽ ഈ ആഴ്ച നിയമസഭാ സമ്മേളനം, അവിടെ കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സംഭവവികാസം ധവളപത്രം മേശപ്പുറത്ത് വെച്ചതാണ്. ഒരു സർക്കാർ അധികാരത്തിലേറുമ്പോൾ ആ സർക്കാരിൻ്റെ യഥാർത്ഥ സാമ്പത്തിക സ്ഥിതി കാണിക്കുന്ന ധവളപത്രം വരുന്നത് നല്ലത് തന്നെയാണ്. കഴിഞ്ഞുപോയവരുടെ അവകാശവാദങ്ങളും ഇപ്പോഴത്തെ അവസ്ഥയും ഒക്കെ നിരീക്ഷിക്കപ്പെടേണ്ടതും പരിശോധിക്കപ്പെടേണ്ടതുമാണ് എന്നുള്ളതിൽ സംശയമില്ല. പക്ഷേ ഈ ധവളപത്രം വന്നു കഴിഞ്ഞപ്പോൾ അത് ഉയർത്തിവിടുന്ന കുറച്ച് വിവാദങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, അതിൽ AI പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ചു എന്നുള്ളതാണ്. കോടതികൾ അത് പാടില്ല, ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് പറഞ്ഞിട്ടും അവയെ ഉപയോഗിക്കാൻ തയ്യാറാവുന്നു. പുറത്തുള്ള വ്യക്തികൾക്ക് വിവരങ്ങൾ കൈമാറുന്നു. AI നിർമ്മിത ധവളപത്രമുണ്ടാവുന്നു. അതെങ്ങനെയാണ് യഥാർത്ഥ സർക്കാരിൻ്റെ സ്ഥിതിവിവര കണക്കുകളായി മാറുക? അതിനോട് ചേർന്ന് വരുന്ന വിമർശനങ്ങൾ നമ്മൾ കണ്ടു. പെട്ടെന്നാണ് കണ്ടുപിടിക്കപ്പെടുന്നത്. KSRTC, അതേപോലെ തന്നെ വാട്ടർ അതോറിറ്റി, അവർക്കൊക്കെ ഭാരിച്ച നഷ്ടമുണ്ട് പോലും, സംശയമില്ല. പക്ഷെ ലാഭനഷ്ടങ്ങളുടെ കണക്കിൽ നോക്കേണ്ടതാണോ ജനങ്ങൾക്ക് കൊടുക്കുന്ന സേവനങ്ങൾ? ഇത് മുറുക്കാങ്കടയല്ല, ചായക്കച്ചവടവുമല്ല. ജനങ്ങൾക്ക് യാത്രാ സൗകര്യം ഒരുക്കുന്നത്, ജനങ്ങൾക്ക് ശുദ്ധജലം കൊടുക്കുന്നത്, കുടിവെള്ളം കൊടുക്കുന്നത്, ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ നിരീക്ഷിക്കപ്പെടേണ്ടതും പരിഗണിക്കപ്പെടേണ്ടതും ജനങ്ങൾക്ക് അതെങ്ങനെ ഉപകരിക്കപ്പെടുന്നു എന്നുള്ളതിലാണ്. അവരുടെ സർവീസ് കറക്റ്റാണോ, അതിൽ ന്യൂനതകളുണ്ടോ എന്നുള്ളതാണ്. ഇപ്പോൾ സൗജന്യമായി സ്ത്രീകൾക്ക് യാത്രാ സൗകര്യം ഒരുക്കുമെന്ന് പറയുന്നൊരു ഗവൺമെൻറ് സൗജന്യമായി സ്ത്രീകൾക്ക് യാത്രാ സൗകര്യം കൊടുക്കുന്നൊരു നടപടിയെടുത്താൽ അതിലെവിടെയാണ് ലാഭവും നഷ്ടവും? ഗ്രാൻറ്റ് കൊടുത്തിട്ടാണ് പറയുന്നുണ്ട് ഗവൺമെൻറ്, അതിന് ഗ്രാൻറ്റ് കൊടുക്കും. അങ്ങനെ ഗ്രാൻറ്റ് കൊടുത്തിട്ടാണ് സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ചെയ്യുന്നതെങ്കിൽ അതേപോലെ തന്നെ മറ്റുള്ളവരുടെ യാത്രയുടെ കാര്യത്തിലും ചിലപ്പോൾ അത്ര സൗകര്യങ്ങൾ സർക്കാരിൻ്റെ ഫണ്ട് കൊണ്ട് ചെയ്യേണ്ടി വന്നു എന്ന് വരാം. അതുകൊണ്ടാണ് പ്രൈവറ്റ് ബസ് സർവീസുകൾ നടത്താത്ത പല സ്ഥലങ്ങളിലേക്കും KSRTC സർവീസ് നടത്തുന്നത്. ലാഭനഷ്ടം മാത്രം നോക്കിയിട്ടല്ല. അതുപോലെയുള്ള ദൂരത്തെ സ്ഥലങ്ങളിലുള്ളവർ, ആക്സസ് ഇല്ലാത്ത സ്ഥലങ്ങളിലുള്ളവർ, അവർക്ക് യാത്രാ സൗകര്യം കൊടുക്കുന്നുണ്ടത് ഒരു സർക്കാരിൻ്റെ ഉത്തരവാദിത്വമായതുകൊണ്ടാണ്. പക്ഷേ ഇവിടുത്തെ കണ്ണ് അവിടെയല്ല. കുറുക്കൻ്റെ കണ്ണ് എപ്പോഴും കോഴിക്കോട്ടിലാണെന്ന് നമുക്കറിയാം. കോൺഗ്രസിൻ്റെ കണ്ണ് പ്രൈവറ്റൈസേഷനിലാണ്. ഇന്ന് കോൺഗ്രസ് അടക്കമുള്ളവർ കേന്ദ്ര ഗവൺമെൻറ് പ്രൈവറ്റൈസ് ചെയ്യുന്നു, എല്ലാത്തിനെയും വിറ്റഴിക്കുന്നു എന്ന് പറയുന്നു. തുടങ്ങി വെച്ചത് കോൺഗ്രസ്സാണ്. നരസിംഹറാവുവിൻ്റെ കാലഘട്ടത്തിലാണ്. പിന്നീട് മൻമോഹൻ സിംഗ് തുടരുകയാണ് ചെയ്തത്. ഇപ്പോൾ 10 വർഷത്തിന് ശേഷം അധികാരത്തിലേക്ക് വരുന്ന UDFൻ്റെ ഗവൺമെൻറ്റും നോക്കുന്നത് പ്രൈവറ്റൈസേഷനിലേക്ക് തന്നെയാണ്. ഏതൊക്കെ മേഖലകളെ പ്രൈവറ്റൈസ് ചെയ്യാം ഈ ലാഭനഷ്ട കണക്കുകളിൽ നോക്കി എന്നുള്ളതിലേക്കാണ് നോക്കുന്നത്. അതിന് പറ്റുന്ന മേഖലകൾ ഏതെല്ലാമാണ്? കൃത്യമായ സൂചനകളാണ്. ഇനി വരുന്ന 5 വർഷങ്ങളിൽ കേരളത്തിൻ്റെ പോക്ക് എങ്ങോട്ടാണ്? വ്യാപാരം അത് പുറത്തല്ല, ഗവൺമെൻറ്റിനകത്താകും എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതാണ് നമ്മൾ കാണുന്നൊരു കാര്യം. പ്രഖ്യാപനങ്ങളൊക്കെയും പ്രഖ്യാപനങ്ങളായി അവശേഷിക്കും. കോൺഗ്രസ് ലാഭനഷ്ടക്കണക്കുകളിൽ മാത്രം കാര്യങ്ങളെ കാണുന്നതാണ്. ഒരു സംശയവുമില്ല കാര്യത്തിൽ. വരും ദിനങ്ങൾ അത് തെളിയിക്കും എന്നുള്ളതിലും സംശയമില്ല. 3-4 ദിവസത്തിനകം അവിടെ പന്തുരുണ്ടു തുടങ്ങും. FIFA വേൾഡ് കപ്പ് 2026 1930 ആരംഭിച്ചതാണ്. ഓരോ 4 വർഷവും കൂടുമ്പോൾ 1942-ലും 1946-ലും 2ാം ലോകമഹായുദ്ധം കാരണം നടന്നില്ല. അങ്ങനെ വന്നാൽ കൃത്യമായി അടുത്ത വേൾഡ് കപ്പ് നടക്കുമ്പോൾ അത് 100ാം വാർഷികവുമാണ്, അല്ലെങ്കിൽ 100 വർഷം തികയ്ക്കുന്നതാണ്. കളി നടക്കുന്നത് അമേരിക്കയിലും മെക്സിക്കോയിലും കാനഡയിലുമായിട്ടാണ്. നമുക്ക് വലുതായി ഒന്നും നേടാനോ അഭിമാനിക്കാനോ അവിടെ ഭാഗ്യമുണ്ടാകും എന്ന് നമുക്ക് കരുതേണ്ടതില്ല. പക്ഷേ എന്നിട്ടും ഖത്തർ ടീമിൽ ഒരു മലയാളിയുണ്ട്, ഒരു തഹസീൻ. നമ്മൾ അഭിമാനം കൊള്ളുന്നു. മലയാളി വേരുകളുള്ളവൻ, അതിനെപ്പറ്റി നമുക്ക് അഭിമാനമാണ്.
അതേപോലെ തന്നെ ന്യൂസിലാൻഡ് ടീമിലും ഓസ്ട്രേലിയൻ ടീമിലും കോങ്കോയുടെ ടീമിലുമൊക്കെ ഇന്ത്യൻ വംശജരായ ഓരോ കളിക്കാരുണ്ട്. അതാണ് ഈ വേൾഡ് കപ്പിൽ നമുക്കുള്ളത്. അതെന്തുമാവട്ടെ, എംബാപ്പയും നെയ്മറും മെസ്സിയും റൊണാൾഡോയും എന്തിന് ലൂക്കാക്കു വരെ ഉള്ള നിരവധിയായ ഫുട്ബോൾ കളിക്കാർ ആ രംഗത്തേക്ക് വരും. ഇവിടെ നമുക്ക് ടീമില്ലെങ്കിലും പ്രേക്ഷകർക്ക്, ആരാധകർക്ക് ഒരു കുറവുമിടയില്ല. അവരുടെ പ്രതീക്ഷകൾ വാനോളം ഉയർന്നുകൊണ്ടേയിരിക്കുന്നു. പുതിയ ചാമ്പ്യൻ ആരെന്ന് നമുക്ക് ജൂലൈ മാസത്തിൽ അറിയാം.